Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay. നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന രീതിയിലുള്ള അത്ര ഡിഫിക്കൽട്ട് ഒന്നല്ല. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ് കേട്ടോ. ഹോസ്പിറ്റൽ വാർഡ് നമ്മൾ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലില് ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൻസുകളൊക്കെ ഉണ്ടാവും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹോസ്പിറ്റൽ വാർഡ് അല്ലെ. കൂടുതലായിട്ടും വാർഡില് കൂടുതൽ പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ആണ് നമ്മൾ വാർഡില് കാണുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വാർഡുകളൊക്കെ ഉണ്ടാവും. വാർഡിൽ ഒരു ഇൻചാർജ് നേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് ഒരു വാർഡിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഒരു ഹോസ്പിറ്റലിലെ വാർഡ്, അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, പ്രോസസ്സുകൾ അല്ലെങ്കിൽ ടൈപ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലൂടെയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. എന്താണ് ഒരു വാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം കേട്ടോ. എളുപ്പമാണ്, നോക്കാം. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. Stay can be a long term or short term depending upon the severity of condition. ഒരു വട്ടം നിങ്ങളൊന്ന് വായിച്ചു നോക്കി, ഡെഫിനിഷൻ ഒന്ന് വായിക്കുക. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ ഡെഫിനിഷൻ. ഓക്കെ, ഡെഫിനിഷൻ വായിച്ചിട്ട് എന്താണ് വാർഡ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? ഒരാളൊന്ന് പറഞ്ഞേ, എന്താണ് വാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിലുള്ള ഒരു റൂം, അത് കുറെ ആളുകൾക്ക് വേണ്ടിയിട്ട് ബെഡ് അറേഞ്ച്, സിമിലർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് ബെഡ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റൂമാണ് ഒരു വാർഡ് എന്ന് പറയുന്നത്. ആ വാർഡിൽ തങ്ങുന്നത് മറ്റു സിവിലിറ്റി ഓഫ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ആ വാർഡിൽ സ്റ്റേ ചെയ്യുന്നത്. അതിന്റെ പീരീഡ് നിശ്ചയിക്കുന്നത്. ഓക്കെ, വേറെ പറഞ്ഞത് ശരിയാണ്, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരാളും കൂടി പറഞ്ഞേ, എന്താണ് ഒരു വാർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഡെഫിനിഷൻ നിങ്ങൾക്ക് വായിച്ചപ്പോ തന്നെ കിട്ടില്ല. ബിനോയ് പറഞ്ഞോളൂ. മാഡം, ഒരു വാർഡെന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിനെ വയ്യാതെ പേഷ്യനെ അഡ്മിറ്റ് ആക്കാനും പിന്നെ ഈ ഡോക്ടർ റൗണ്ട്സിന് പറഞ്ഞ സ്ഥലമാണ് വാർഡ്. പിന്നെ വാർഡെന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിലുണ്ട്. അതായത് ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റ്മെന്റ്, പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ടീച്ചിങ്, റിസർച്ച്, അങ്ങനെ പലതരത്തിലുള്ള വാർഡ് ഓരോ ആശുപത്രിയിലായിട്ട് കാണും. മൊത്തത്തിൽ നമ്മൾ ഒരു വാർഡ് എന്ന് പറയുമ്പോ എന്താണ് അവിടെ ഉള്ളത്? രോഗികളുണ്ട് അല്ലെ, ഒരു റൂമാണ് അത് അല്ലെ. അതെ. പിന്നെ നമ്മൾ പറഞ്ഞു ലോങ് ടേം ഓർ ഷോർട്ട് ടേം അല്ലെ. ചില പേഷ്യൻസ് കുറെ ദിവസങ്ങൾ കിടക്കും, ചില പേഷ്യൻസ് 2-3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഡിസ്ചാർജ് പോകാം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ പേഷ്യന്റിന്റെ കണ്ടീഷന്റെ അനുസരിച്ച് അടിസ്ഥാനത്തിലാണ്. ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ 2 ടൈപ്പ് വാർഡുണ്ട്, ജനറൽ വാർഡും അതുപോലെ സ്പെഷ്യലൈസ്ഡ് വാർഡെന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ വാർഡ് എന്ന് പറയുമ്പോൾ സാധാരണ വാർഡ്, ജനറൽ വാർഡ് അതായത് നിരവധി രോഗികൾ കിടക്കുന്ന ഇതാണ് ജനറൽ വാർഡ്. സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകതാണോ അതില്? ഓക്കെ, നമ്മളിപ്പോ ഡെഫിനിഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്നും കൂടി പറയാം. ഡെഫിനിഷൻ നോക്കണേ കേട്ടോ. എ വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ഒരു റൂമിനെയാണ് നമ്മൾ ഒരു വാർഡ് എന്ന് പറയുന്നത്. ഒരു ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു റൂമാണത് അല്ലെ. അവിടെ നമ്മൾ എന്തൊക്കെയുണ്ട്? ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾ. ഒരാളല്ല, ഒരു പേഷ്യന്റ് അല്ല ഒരു വാർഡിൽ കിടക്കുന്നത് അല്ലെ. നമുക്കറിയാം ഒരു വാർഡിൽ ചിലപ്പോ ഒരു 10 പേഷ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മേ ബി 20. അത് ഓരോ ആ ഒരു വാർഡിന്റെ ലെങ്തി അനുസരിച്ചായിരിക്കും അല്ലെ. 20 പേഷ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു 10 പേഷ്യൻസ് ഉണ്ടാവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബെഡ്സ് അറേഞ്ച് ചെയ്തിട്ടേക്കാണ് മെനി പീപ്പിൾസിന് വേണ്ടിയിട്ട്. ഓഫൻ പീപ്പിൾ ഹു നീഡ് സിമിലർ ട്രീറ്റ്മെന്റ്. ചിലപ്പോൾ ഒരേ തരത്തിലുള്ള രോഗാവസ്ഥയിലുള്ള ആളുകളായിരിക്കാം മേ ബി വാർഡിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം. ചിലവര് അത് ലോങ് ടേമിൽ ഉണ്ടാവാം, ഷോർട്ട് ടേമിൽ രോഗികൾ ഉണ്ടാവാം. അത് അവരുടെ രോഗാവസ്ഥയെ, അവരുടെ ഒരു കണ്ടീഷനെ അനുസരിച്ചായിരിക്കും ഇങ്ങനെയുള്ള ഒരു ലോങ് ടേമിലാണോ അവർ ഷോർട്ട് ടേമിലാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഇതാണ് ഒരു വാർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഹോസ്പിറ്റലിലെ ഒരു റൂമാണ്. അവിടെ എന്താണ് ബെഡ്സ് ആർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് നടക്കുന്നുണ്ടാവാം, ലോങ് ടേം ഉണ്ടാവാം, ഷോർട്ട് ടേം ഡിപ്പെൻഡിങ് ഓർ കണ്ടീഷൻ. പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് അത് ഷോർട്ട് ടേം ആവാം അല്ലെങ്കിൽ
ലോങ് ടേം ആയിരിക്കും പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുക. അതാണ് ഡെഫിനിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ പറയാൻ പോകുന്നത് ദ പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ് അല്ലെ, അതായത് ഹോസ്പിറ്റൽ ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഒരു വാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, അതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിന്റെ ഉദ്ദേശങ്ങൾ ഉണ്ടാവില്ലേ, ഏതെങ്കിലും ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ റൂം മാത്രമായിരിക്കും ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാർഡുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം കേട്ടോ. അതിന്റെ ഉദ്ദേശങ്ങള് ഫസ്റ്റ് വൺ, diagnosis and treatment, promoting health, teaching, research, render professional nursing and medical care to patients, provide necessary equipments, essential drugs and or other stores, requirements for patient care in an organized manner. നോക്കാം. ഫസ്റ്റ് വൺ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ് ഡയഗ്നോസിസ് എന്ന് അർത്ഥമാക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ഞാൻ പറഞ്ഞായിരുന്നു ഡയഗ്നോസിസ് ആ ഒരു ടേം. രോഗനിർണയം ആൻഡ് ദെൻ ട്രീറ്റ്മെന്റ് അല്ലെ, രോഗം നിർണ്ണയിക്കുക, ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി, അതൊരു ഉദ്ദേശമാണ്. ദെൻ സെക്കൻഡ് വൺ, പ്രൊമോട്ടിംഗ് ഹെൽത്ത്. പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മളൊരു കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കുക. ഇവിടെ ഹെൽത്തിനെ പ്രോത്സാഹിപ്പിക്കുക മീൻസ് ആ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, അതായത് പേഷ്യന്റിന്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവരുടെ ഹെൽത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ ടീച്ചിങ്. ടീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ടീച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നഴ്സസിന്റെ ഭാഗത്തു നിന്നൊക്കെ അവര് ടീച്ച് ചെയ്യുക അല്ലെ, കാര്യങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ രോഗത്തിന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ടീച്ച് ചെയ്യുക. ദെൻ റിസർച്ച്, ഗവേഷണങ്ങളൊക്കെ നടത്തുക, ഓരോ അസുഖങ്ങളെ പറ്റി അങ്ങനെയുള്ള ഗവേഷണങ്ങളൊക്കെ നടത്താറില്ലേ, അതാണ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്. ഈ റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് മീൻസ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു നഴ്സിംഗ്, അവരുടെ ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക, നഴ്സിംഗിന്റെ അവരുടെ ഒരു കെയർ നൽകുക. റെൻഡർ പ്രൊഫഷണൽ ഉദ്ദേശിക്കുന്നത് വേറൊന്നല്ല, നഴ്സിംഗിന്റെ ആ ഒരു പരിചരണം, നല്ലൊരു നഴ്സിംഗിന്റെ ആ ഒരു പരിചരണം കൊടുക്കുക, ട്രീറ്റ്മെന്റും കണ്ടിന്യൂ കൊടുക്കുക. Then provide necessary equipments, essential drugs and all other stores, requirement for patient care in an organized manner. അല്ലെ, നെസസറി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ് ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രഗ്സുകളും മരുന്നുകള്, അതർ സ്റ്റോർസ് റിക്വയർമെന്റ്സ്, ബാക്കി എല്ലാ സ്റ്റോറും രോഗികളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ റിക്വയർമെന്റ്സും ഒരു ഓർഗനൈസ്ഡ്, അതായത് എല്ലാ വ്യവസ്ഥകളും ഒരു സംഘടിപ്പിക്കുക, ഓർഗനൈസ്ഡ് സംഘടിതമായിട്ട് നൽകുക. ഓർഗനൈസ്ഡ് വെച്ചാല് സംഘടിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത്. എക്യുപ്മെന്റ്സും മരുന്നുകളും അതർ ബാക്കി വേണ്ടി വരുന്ന എല്ലാ ആവശ്യങ്ങളും അവിടെ ഓർഗനൈസ്ഡ് സ്ട്രക്ചറിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് ഒരു പർപ്പസ്, അതായത് ഒരു ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഒരാളൊന്ന് ആ പർപ്പസുകൾ പോയിന്റുകളൊന്ന് വായിച്ചോളൂ. പോയിന്റ്സുകൾ വായിക്കാം കേട്ടോ, പോയിന്റ്സ്. ഓക്കെ ഓക്കെ. Diagnosis and treatment. Second one, promoting health. Promote, yeah, okay. Teaching, research, പിന്നെ render professional nursing and medical care to patients, provide necessary equipments, essential drugs and all other stores, requirements for patient care in an organized manner. Okay, അപ്പൊ നമ്മൾ അതിന്റെ പർപ്പസ് എന്താണെന്ന് നോക്കി, നമ്മൾ ഡെഫിനിഷൻ നോക്കിയായിരുന്നു. വാർഡ് എന്താണെന്ന് നമ്മൾ കണ്ടു. ദെൻ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി. ദെൻ നമുക്കിനി നെക്സ്റ്റ് നോക്കാം, കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ്. ഇനി ഒരു വാർഡിനുള്ള എന്തൊക്കെയാണ് ആ ഒരു സ്പേസസിൽ വരുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് ഒരു വാർഡിനുള്ളിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നോക്കാം, പേഷ്യന്റ് സ്പേസ്. പേഷ്യന്റ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, പേഷ്യൻസിനെ കിടക്കാനായിട്ട് ബെഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് പേഷ്യൻസ് ഉള്ളത് അല്ലെ. അപ്പൊ അതാണ് പേഷ്യന്റ് സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നഴ്സിംഗ് സ്പേസ്. നഴ്സിംഗ് സ്പേസ് എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഒരു ICU ഒരു ഇൻചാർജ് ഉണ്ടാവുന്ന, ICUലൊക്കെ ഒരു ഇൻചാർജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ദെൻ അതുപോലെ നമ്മൾ പറഞ്ഞു വാർഡിലും ഒരു ഇൻചാർജ് ഉണ്ടാവും. നമ്മൾ അറിയാം, ഇപ്പൊ നമ്മള് പേഷ്യൻസ് ഒക്കെ വാർഡിലൊക്കെ അഡ്മിറ്റ് ആവുമ്പോഴേ ആ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കുമല്ലോ ഈ വാർഡ് എന്ന് പറയുന്നത്. ആ ഒരു റൂമിന്റെ അറ്റത്തോ അല്ലെങ്കിൽ അതിന് പുറത്തായിട്ടോ സെപ്പറേറ്റ് ആയിട്ടൊരു നഴ്സിംഗ് റൂം പോലെ ഉണ്ടാവും അല്ലെ. അവിടെ ഒരു നേഴ്സ് എപ്പോഴും ഉണ്ടാവും, അതായത് റെക്കോർഡും കാര്യങ്ങളൊക്കെ എഴുതുന്നതും
ദെൻ എന്താണ് മെഡിസിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത്യാവശ്യം ഫയലുകളും കാര്യങ്ങളും ഇഞ്ചക്ഷന്റെ കാര്യങ്ങളും എല്ലാം ആ ഒരു റൂമിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നഴ്സിംഗ് സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോറിഡോർസ് നമ്മുടെ ഇടനാഴികൾ, ചെറിയ ചെറിയ ഇപ്പൊ ടോയ്ലറ്റിലോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നഴ്സിംഗ് റൂമിലൊക്കെയുള്ള ചെറിയ വഴികളൊക്കെ നമ്മളുടെ ഒരു ചെറിയൊരു സ്പേസ് പോലെയൊക്കെ വാർഡിൽ കാണും. അതാണ് ഈ കോറിഡോർസ് ഉദ്ദേശിക്കുന്നത്. അപ്പോ മെയിൻ ആയിട്ട് 3 കോൺസ്റ്റിറ്റ്യൂന്റ് ആണ് ഒരു സ്പേസ് ആണുള്ളത്. പേഷ്യന്റിന്റെ സ്പേസ് ഉണ്ട്, നഴ്സിംഗ് സ്പേസ് ഉണ്ട്, കോറിഡോർസ് ഉണ്ട്. ഓക്കെ ആണല്ലോ, മറന്നു പോകരുത്. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. PNC ഒരു കോഡ് പോലെ പഠിച്ചു വെക്കാട്ടോ. PNC 3 സ്പേസസ് ആണുള്ളത്, പേഷ്യന്റ്, നഴ്സ് ആൻഡ് കോറിഡോർസ്. PNC ഓർത്ത് വെക്കാട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വാർഡ്സ്. നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള വാർഡുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലൊക്കെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വാർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് പറയണമെങ്കിൽ 2 ടൈപ്പിലുള്ള വാർഡുകളാണ് ഉള്ളത്, ജനറൽ വാർഡ്സ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് വാർഡ്. ജനറൽ വാർഡ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ജനറൽ ആയിട്ട് വരുന്ന അസുഖങ്ങളൊക്കെ, ഇപ്പൊ പനി, ചുമ അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് ജനറൽ വാർഡ്സിൽ ഉൾപ്പെടുന്നത്. ദെൻ സ്പെഷ്യലൈസ്ഡ് വാർഡ്സിൽ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സ്പെഷ്യലൈസ്ഡ് വാർഡ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാട്ടോ. ഫസ്റ്റ് വൺ ഗൈനക്കോളജി മെറ്റേണിറ്റി വാർഡ് അല്ലെ. നമുക്കറിയാം ഗൈനികപരമായിട്ടുള്ളതും അല്ലെ, ഇപ്പൊ അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ആ ഒരു വാർഡിൽ ആ ഒരു പേഷ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഗൈനക്കോളജി വിഭാഗത്തിന്റെ എന്തെങ്കിലും ഓപ്പറേഷൻസും കാര്യങ്ങളും കഴിഞ്ഞ പേഷ്യൻസോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ആയിരിക്കും ആ ഒരു വാർഡിൽ ഉണ്ടാവുക. വേറൊരു തരത്തിലുള്ള പേഷ്യൻസ് ആ വാർഡിൽ ഉണ്ടായിരിക്കില്ല. അതാണ് ഒരു ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ചെയ്തിരിക്കുന്ന വാർഡ് എന്ന് പറയുന്നത്. ദെൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓങ്കോളജി ക്യാൻസർ പേഷ്യൻസിന്റെ. അപ്പൊ ആ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ആ ക്യാൻസർ പേഷ്യൻസ് മാത്രം ഉണ്ടാവുള്ളൂ അല്ലെ. അവിടെ മെഡിസിൻ ഉണ്ട്, സർജറി. ഇപ്പൊ സർജറി മേ ബി ആ ഒരു സെക്ഷനിൽ തന്നെ സർജറി കഴിഞ്ഞവരും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഓങ്കോളജി എന്ന് പറയുമ്പോൾ ക്യാൻസർ വാർഡിൽ വേറെ പേഷ്യൻസ് ഒന്നും വരില്ല. ഇങ്ങനെ ക്യാൻസർ സംബന്ധമായിട്ട് വരുന്ന ആ ഒരു പേഷ്യൻസ് മാത്രമേ ആ ഓങ്കോളജി വാർഡിൽ കാണാൻ സാധിക്കുള്ളൂ. ദെൻ നെഫ്രോളജി. നെഫ്രോളജി എന്ന് വെച്ചാൽ എന്താണ്? നെഫ്രോളജി ഏതുമായിട്ടാണ്? അങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ളത് അല്ലെ. അതായത് അതിനകത്ത് തന്നെ ഡയാലിസിസ്, കാർഡിയോളജി, CTVS. എന്താണ് CTVS? ഓർമ്മയുണ്ടോ? കാർഡിയോതൊറാസിക് വാസ്കുലർ സിസ്റ്റം. മസ്കുലർ സർജറി ആണ് കേട്ടോ എസ് വരുന്നത്. ഓക്കെ, ഓർമ്മയുണ്ടപ്പോ അല്ലെ? ബാക്കിയുള്ളവർക്കൊന്നും ഓർമ്മയില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു CTV കണ്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളൊക്കെ വരുമ്പോഴേ ഈ ഷോർട്ട് ഫോം മാത്രം തരുള്ളൂ. അപ്പൊ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്ത് പറയാനായിട്ട് സാധിക്കുന്നു കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോ നെഫ്രോളജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡയാലിസിസ് വരുന്നത്, ഇപ്പൊ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കാർഡിയോതൊറാസിക്, കാർഡിയോളജി ആ ഒരു വിഭാഗത്തിൽ വരുന്നവരൊക്കെയാണ് ആ ഒരു വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ന്യൂറോളജി. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റം, നാഡീവ്യവസ്ഥയുടെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ ബ്ലഡ് ക്ലോട്ട് ആവുന്നത്, മസ്തിഷ്കത്തിന്റെ അങ്ങനെയൊക്കെയുള്ള കേസസുകളൊക്കെയാണ് ന്യൂറോളജിയിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഓപ്താൽമോളജി. എന്താണ് ഓപ്താൽമോളജി? നേത്ര വിഭാഗം, നേത്ര വിഭാഗമാണ്. അതായത് ഇപ്പൊ കണ്ണിന്റെ സർജറി കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു വാർഡില് അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് മാത്രം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ചെയ്തിരിക്കുന്ന വാർഡുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വാർഡുകളാണ്. ചിലപ്പോ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള. മാഡം, ഈ കണ്ണിൽ ചിലവര് ഈ ലെൻസ് വയ്ക്കുമല്ലോ, അപ്പൊ ഈ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണോ മാഡം ലെൻസ് വയ്ക്കണ? ലെൻസ് നമ്മള് എന്താ പറയാ, നമ്മളിപ്പോ കണ്ണട വെക്കുന്നതിന് പകരം അങ്ങനെ ചിലവരിപ്പോ ലെൻസിന്റെ ഇതിൽ അങ്ങനെ വെക്കുന്നവരുണ്ട്. അല്ല, അല്ലാത്തവർ വയ്ക്കൂല മാഡം? കണ്ണിന് പ്രശ്നം ഇല്ലാത്തവർ വയ്ക്കൂല ലെൻസ്? പവർ വേരിയേഷൻ. ഓക്കെ, പവറിന്റെ അതനുസരിച്ച് വെക്കും. പക്ഷെ അത് ഒരു ഡോക്ടറിന്റെ ഒരു ട്രീറ്റ്മെന്റോട് കൂടി ആയിരിക്കുമല്ലോ എന്തായാലും ചെയ്യുന്നത്. അപ്പോ മെയിൻ ആയിട്ട് നമ്മൾ വാർഡ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാറ്റഗറിയിലാണ് ഇങ്ങനെയുള്ള വാർഡുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനെ സെപ്പറേറ്റ് വാർഡുകൾ കാണണമെന്നില്ല അല്ലെ. ഇപ്പൊ ചെറിയൊരു ഹോസ്പിറ്റലിലാണെങ്കിൽ
അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റഡ് ആയിട്ടുള്ള വാർഡുകളൊന്നും ഉണ്ടാവില്ല അല്ലെ. കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉള്ള ഹോസ്പിറ്റലുകളിലായിരിക്കും ഇങ്ങനെയുള്ള വാർഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ സ്പെഷ്യലൈസ്ഡ് വാർഡ് ഏതൊക്കെയാണെന്നും കൂടി നോക്കാം. മെയിൻ ആയിട്ട് ജനറൽ വാർഡുകളുണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഉണ്ട്. അതില് സ്പെഷ്യലൈസ്ഡ് വാർഡ്സിൽ വരുന്നതാണ് ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, ന്യൂറോളജി, ഒപ്താൽമോളജി. ഈ എല്ലാ ടേമുകളും പഠിച്ചിരിക്കണോട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ ഈ കൂട്ടത്തിൽ ചിലപ്പോൾ അറിയാത്തവരുണ്ടാവാം, ആദ്യമായിട്ട് കേൾക്കുന്ന ടേമുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരത് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കണം. കാരണം ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പല രീതിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു കുറെ ടേമുകൾ വന്നിട്ടില്ലേ നമുക്ക്, ഗൈനക്ക്, ഓങ്കോളജി, നെഫ്രോളജി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ കോമ്പോണൻസ് ഓഫ് എ വാർഡ്. ഒരു വാർഡിലുള്ള കോമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓരോ സെക്ഷനുകളും അല്ലെങ്കിൽ ഒരു വാർഡിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഒരാള് നെക്സ്റ്റ് ഇതുവരെ വായിക്കാത്തവരാരെങ്കിലും വേഗം വായിച്ചോളൂ. ഫസ്റ്റ് പോയിന്റ് ക്ലിനിക്കൽ ഏരിയ. ഓക്കെ, ഫസീലല്ലേ വായിച്ചത്. ഒരാൾ വായിക്കുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. പേരെടുത്ത് വിളിക്കാത്തതേ നമുക്ക് എല്ലാവരും വരുന്ന സ്ക്രീനിൽ കണ്ടു വിളിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി വായിക്കാത്തവര് നെക്സ്റ്റ് ആയിട്ട് വായിച്ചു പോയിക്കോളൂ കേട്ടോ. മാഡം ഇതൂടെ ഞാൻ വായിക്കാം മാഡം. ഫസീലല്ലേ വായിച്ചത്? അതെ അതെ. ഓക്കെ, ഫസീല വായിച്ചോ, ഒന്നുകൂടി വായിച്ചോളൂ. ഫസ്റ്റ് പോയിന്റ് വായിക്കാം. ക്ലിനിക്കൽ ഏരിയ. ഓക്കെ, അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പെടുന്നത്? ബ്രാക്കറ്റ് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഫസീല അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ ആരൊക്കെ ഉണ്ട് ക്ലിനിക്കൽ ഏരിയയില്? പേഷ്യൻസ് ഉണ്ടായിരിക്കും, നഴ്സസിന്റെ ഉണ്ടായിരിക്കും, അവരുടെ കൗണ്ടേഴ്സ്, നഴ്സിംഗ് കൗണ്ടർ ഒക്കെ ഉണ്ടായിരിക്കും. പേഷ്യന്റും നേഴ്സസും ആണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് അല്ലെ. നഴ്സിംഗ് ഏരിയ അല്ലെങ്കിൽ നഴ്സിംഗ് കൗണ്ടർ, അതായത് നഴ്സും പേഷ്യന്റും ആണ് ആ ഒരു ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഓക്സിലറി ഏരിയ. നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം. ഓക്സിലറി ഏരിയയിൽ വരുന്നത് നഴ്സിംഗ് റൂം ഉണ്ട്, ഡോക്ടേഴ്സ് റൂം ഉണ്ട്. അതാണ് ഓക്സിലറി ഏരിയ. ഓക്സിലറി മീൻസ് എന്താണ്? ഒരു ഹെൽപ്പിംഗ്, അതായത് കൂടെയുള്ള എന്നുള്ളൊരു ഹെൽപ്പിംഗ് എന്നുള്ള ഒരു മീനിങ് ആണ് ഓക്സിലറി. ഓക്സിലറി വെർബ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഓക്കെ, ഇനി മൂന്നാമത്തത് ആൻസിലറി ഏരിയ. ആൻസിലറി മീൻസ് എന്താണ്? ആൻസിലറി എന്ന് പറഞ്ഞാല് സപ്പോർട്ട് ഹെൽപ്പിംഗ് ആയിട്ട് നിൽക്കുന്ന എന്നുള്ളത്. ഓക്കെ, ആൻസിലറി ഏരിയയിൽ എന്തൊക്കെയാണ് വരുന്നത്? ട്രോളി ബേ. ഓക്കെ, പാൻട്രി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുക? പാൻട്രി കേട്ടിട്ടുണ്ടോ ടൈം? പാൻട്രി മീൻസ് നമ്മള് എന്താ പറയാ, ഇപ്പോ ഈ പാത്രങ്ങൾ അങ്ങനെ കഴുകി വൃത്തിയാക്കുന്ന ഒരു ഏരിയക്കില്ലേ. അതായത് ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ ആ ഒരു സെക്ഷനിൽ തന്നെ നമുക്കറിയാം സിറിഞ്ചസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ട്രെയും കാര്യങ്ങളും അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ കൂടുതൽ വരുന്ന എക്സ്ട്രാ എന്തെങ്കിലും പാത്രങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ക്ലീൻ ചെയ്യുന്നതും അല്ലെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി വെക്കുന്ന ആ ഒരു ഏരിയയാണ് ഈ പാൻട്രി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഡേ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ആ റൂമുകൾ തന്നെ, സാധാരണ നമ്മുടെ റൂമുകൾ തന്നെ. ട്രോളി ബേ മീൻസ്, ട്രോളി ബേ എന്താണ്? ട്രോളി എന്ന് വെച്ചാൽ എന്താണ്? പേഷ്യന്റിനെ കൊണ്ട്. ട്രോളി മീൻസ് നമ്മൾ മറ്റേ ഒന്നിക്കൊണ്ട് പോകുന്ന ആ ഒരു ട്രോളി, ആ ഒരു ഇതൊക്കെയാണ് നമ്മള് ഈ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഒരു ട്രോളി പോലെ ഒരു സംഭവത്തിൽ ഈ അറ്റൻഡന്റ് നഴ്സുമാര് ഒന്നിക്കൊണ്ട് പോണത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? സിറിഞ്ചസും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോവില്ലേ. ഈ പിന്നെ വാർഡിൽ നിന്ന് ഒരു വാർഡിലോട്ട് വരുമ്പോ ഒത്തിരി മരുന്നുകളും അല്ലെങ്കിൽ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ട്രോളി പോലത്തെ സംഭവത്തിലാണ് വെച്ച് കൊണ്ടുവന്നത്. എന്താണ് ട്രോളി? ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടാ. മാഡം ഡേ റൂം എന്താ? ഡേ റൂം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ഒരു റൂം പോലെ, ഇപ്പൊ റിഫ്രഷ്മെന്റിനൊക്കെ പോലെ ഒരു റൂം ഉണ്ടാവില്ലേ, അതിനാണ് ഡേ റൂം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പാൻട്രിയോട് ചേർന്നിട്ടൊക്കെ ഉള്ള ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഓക്കെ. സാനിറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ അവിടെ വരുന്നത് ടോയ്ലറ്റ്സ്, ഡേർട്ടി യൂട്ടിലിറ്റി മീൻസ് ഈ പറഞ്ഞ പോലെ എന്താ, ഇപ്പൊ ടോയ്ലറ്റ്സിനോട് അനുബന്ധമായിട്ടുള്ള ഡേർട്ടി ഇങ്ങനെ ബാക്ക് സൈഡിലുള്ള അങ്ങനത്തെ ഉള്ള ഏരിയക്കില്ലേ
ഡേർട്ടി യൂട്ടിലിറ്റിക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു ഏരിയയാണ് ഈ ഡേർട്ടി ടോയ്ലറ്റ്സും ആ ഒരു ബാക്ക് സൈഡ് ഏരിയയൊക്കെ സാനിറ്ററി ഏരിയയിൽ വരുന്നതാണ് ടോയ്ലറ്റ്സും ഡേർട്ടി യൂട്ടിലിറ്റി കേട്ടോ. അപ്പൊ ഇതെല്ലാം ഒരു വാർഡിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളാ? എന്താണ് ഈ നാലും ഒരു വാർഡിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളായി? അതെ അതെ, മെയിൻ കോമ്പോണൻസ് ആണ്. അതായത് ഒരു വാർഡിന്റെ ഉള്ളിലത്തെ ആ ഒരു നമ്മൾ സ്പേസസ് പറഞ്ഞില്ലേ, ഇതെല്ലാം ഒരു വാർഡിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ പേഷ്യന്റ് കിടക്കുന്ന ആ ഒരു ലെങ്തി ആയിട്ട് റൂമിന് പുറമെ നമ്മൾ പറഞ്ഞു അറ്റത്തൊരു നഴ്സിംഗിന്റെ ഒരു റൂം ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. ദെൻ ഇങ്ങനെയുള്ളൊരു എന്താ പറയാ പാൻട്രി റൂം ഉണ്ടാവും, ടോയ്ലറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡെക്ലിറ്റി റൂം, ഇങ്ങനെ കുറെ എന്താ പറയാ ബാക്കി ഇങ്ങനെ വേസ്റ്റ് കാര്യങ്ങള് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റിയൊക്കെ വെച്ചിരിക്കുന്ന റൂമുകളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് ഈ ഡേ റൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് 4 കോമ്പോണൻസ് ആണുള്ളത്. നിങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകം ഞാൻ പറയുന്നത് ബ്രാക്കറ്റിലുള്ളതിന് കുറച്ച് ഇമ്പോർട്ടന്റ് കൊടുക്കുക. കാരണം ക്ലിനിക്കൽ ഏരിയയിൽ ഉൾക്കൊള്ളുന്ന എന്തൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് ഓരോ ബ്രാക്കറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഓക്സിലറി ഏരിയയിൽ വരുന്നത് ആരൊക്കെയാണ്, ആൻസിലറി ഏരിയയിൽ വരുന്നത് ആരൊക്കെയാണ്, സാനിറ്ററി ആയി വരുന്നത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കണം. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ഇങ്ങനെ ഒരു എന്താ ഒരു നഴ്സിംഗ് റൂം, ഡോക്ടേഴ്സ് റൂം, ഏതിനകത്താണ് അത് ഉൾപ്പെടുന്നത്, ഏത് കോമ്പോണൻസിലാണ്, ഇത് നമുക്ക് ഓപ്ഷൻ ആയിട്ട് തന്നൂടെ ഓക്സിലറി, ആക്സിലറി, സാനിറ്ററി. അപ്പോ അത് എന്താണ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇത് എന്തിന്റെയൊക്കെയാണ് ഓരോന്നും ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഓരോന്നും കൃത്യമായിട്ടും സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചു പോവുക. ഇപ്പൊ ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ പേഷ്യന്റ് ഉണ്ട്, നഴ്സിംഗ് ഏരിയ ഉണ്ട്, നഴ്സിംഗ് കൗണ്ടർ ഉണ്ട്, പേഷ്യന്റും നഴ്സാണ് അവിടെ ഇമ്പോർട്ടന്റ്. ദെൻ ഓക്സിലറി പഠിക്കുക, നഴ്സും ഉണ്ട്, ഡോക്ടറും ഉണ്ട്, ഡോക്ടറും നഴ്സും കൂടെ നിൽക്കും സഹായത്തിന് വേണ്ടി ഓക്സിലറി ആയിട്ട്. പിന്നെ ആൻസിലറിയിലാണ് പാൻട്രി റൂം അങ്ങനെയൊക്കെ. സാനിറ്ററി നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാം ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് സാനിറ്ററിയിൽ വരുന്നത്. സോ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും ഓരോ ഏരിയ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആ ഏരിയയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. കാരണം എക്സാമിന് നമുക്കത് ചോദിക്കാറുണ്ട്, ഐഡന്റിഫിക്കേഷൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത് മിക്കവാറും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ഒരു നല്ലൊരു വാർഡ് മാനേജ്മെന്റിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഒരാൾ വായിച്ചോളൂ. ഫസ്റ്റ് 3 പോയിന്റ് വായിക്കട്ടോ. 3 പോയിന്റ് വെച്ച് ഓരോരുത്തർ വായിക്കണം. Follow policies and protocols. Follow policies and protocols. Follow policies and protocols. Okay. Second, Knowledge of all duties to be performed in the ward. third point, A planned program for each day's work. okay. First point എന്താണ്? പിന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ? ഫസ്റ്റ് പോയിന്റ് Okay. Follow policies and protocol. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പാലിക്കുന്ന പോലീസും പ്രോട്ടോകോളും അതേപോലെ വാർഡിൽ എന്താണോ ചെയ്യേണ്ടത് അത് പാലിക്കുക. ഫോളോ ചെയ്യുക. പ്രോട്ടോകോൾസും ഓരോ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന പോളിസീസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുക. സെക്കൻഡ് പോയിന്റ്, നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. നമ്മളിപ്പം വാർഡിൽ എന്താണ് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നത്, നമുക്കൊരു നോളജ് വേണം. നമ്മൾ ഓൾ ഡ്യൂട്ടീസ്, നമ്മൾ എല്ലാ ഡ്യൂട്ടീസും എടുത്തിരിക്കണം, അതിൽ ഒരു നോളജ് വേണം. അതായത് ഒരു വാർഡിൽ നിർവഹിക്കേണ്ട ചുമതലയെ കുറിച്ച്, വാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അല്ലെ, അതിനെപ്പറ്റി ഒരു അറിവ് വേണം, ഒരു നോളജ് ഉണ്ടായിരിക്കുക. ഓക്കെ, A planned program for each day's work. നമുക്കൊരു പ്ലാൻ വേണം. നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന എന്തൊക്കെയാണ് ചെയ്യണതെന്ന് ഒരു ഐഡിയ വേണം, ഒരു പ്ലാൻ വേണം. അതായത് ഡേ ടു ഡേ വർക്കിന് ഒരു പ്ലാനിങ്ങായിട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? 3 പോയിന്റ് ഫസ്റ്റ് ഓക്കെ അല്ലേ? ഫസ്റ്റ് എന്താണ്, പോളിസി പ്രോട്ടോകോൾസ് ഒക്കെ ഫോളോ ചെയ്യണം. ദെൻ നമ്മൾ ആ ഒരു വാർഡിൽ കീപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു വാർഡിൽ നിർവഹിക്കേണ്ട ചുമതലയെ കുറിച്ച് നമുക്കൊരു നോളജ് വേണം. ദെൻ ഓരോ ദിവസത്തെ വർക്കിനെ പറ്റി ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ബാക്കി 3 പോയിന്റ് ഒന്ന് വായിച്ച് അടുത്ത 3 പോയിന്റ് എലിസബത്ത് വായിച്ചോളൂ. എലിസബത്ത് നേരത്തെ വായിക്കാൻ. ഓക്കെ, എലിസബത്ത് വായിച്ചോളൂ കേട്ടോ. Beginning the day on time. Preventing interruptions, establishment of ward routine. Okay. Use of democratic methods in the establishment of ward policy. Okay, beginning the day on time. Okay, എലിസബത്ത് കണ്ടിന്യൂ ചെയ്തോളൂ. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ബിഗിനിങ് ദ ഡേ ഓൺ ടൈം, ഒരു ദിവസത്തെ തുടക്കം കൃത്യമായ സമയത്തായിരിക്കണം. കൃത്യസമയത്ത് തന്നെ ആ ഒരു ഡേ ആരംഭിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്
preventing interruptions, establishment of ward routine. ഉം. വാർഡിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സം ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. പ്രോപ്പർ ആയിട്ട് തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഇനി യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസീസ്. വാർഡിലെ ഓരോ നയങ്ങൾക്കും ഒരു ഡെമോക്രാറ്റിക്സ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്ത് വാർഡിലെ നയങ്ങൾ നടത്തണം. ഓക്കെ, ഇവിടെ ഡെമോക്രാറ്റിക് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡെമോക്രാറ്റിക് മീൻസ് ജനാധിപത്യം അല്ല, അതായത് ജനങ്ങൾക്ക് കൂടുതൽ എല്ലാവർക്കും ഒരുപോലെ തുല്യമായി, അതായത് അവിടെ വേർതിരിവൊന്നും കാണിക്കാണ്ട് എല്ലാവരും ഒരുപോലെ ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്ത് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നടത്തി കൊടുക്കണം. എല്ലാവർക്കും ഉദ്ദേശിക്കുന്നത് നമ്മൾ പേഷ്യന്റിന് കേട്ടോ, പേഷ്യന്റിന് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, നല്ല രീതിയിൽ പറഞ്ഞിട്ട് എലിസബത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ബാക്കി 3 പോയിന്റ് വായിക്കൂ. ഞാനാണ് വായിക്കാനുള്ളത്. ഖദീജ വായിച്ചോളൂ. ഓക്കെ, വായിച്ചോളൂ. ഇന്ന് വായിക്കാത്ത ആരാണുള്ളത്? വേഗം വായിക്കൂ. 3 പോയിന്റ്. Orientation of staff members. Orientation of new staff members. Okay, അടുത്ത പോയിന്റ് വായിച്ചു. 3 വായിച്ചോളൂ കേട്ടോ. Maintenance of suitable environment. Okay, അടുത്തത് Supplies and equipment for efficient work. പറഞ്ഞോളൂ 3. ഫസ്റ്റത്തെ ഓറിയന്റേഷൻ. എന്താണ് ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്? പുതിയ സ്റ്റാഫ് അംഗങ്ങൾക്കൊക്കെ ഓറിയന്റേഷൻ പുതിയൊരു പരിഷ്കരണം കൊണ്ടുവരിക. അതായത് പരിഷ്കരണം മീൻസ് പുതിയ കാര്യങ്ങളോട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ടുള്ള ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിഷ്കരിച്ച് കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് പേഷ്യൻസിന് അനുയോജ്യമായ ഒരു എൻവയോൺമെന്റ് നൽകുക. ഒരു നല്ലൊരു അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവരുടെ റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് കാര്യക്ഷമമായ വർക്കിന്, കാര്യക്ഷമമായ ജോലിക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സും പിന്നെ അതിന്റെ ഉപകരണങ്ങളും ലഭ്യമാക്കുക. അതായത് സപ്ലൈ ചെയ്ത് കൊടുക്കുക എക്യുപ്മെന്റ്സ്. എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കിന് പ്രൊഫഷനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള വർക്കിംഗ് എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫെമി, ഇനി നെക്സ്റ്റ് ആരാണ് വായിക്കാനുള്ളത്? 3 പോയിന്റ്. അടുത്ത 3 പോയിന്റ് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, വായിച്ചോളൂ. Clear cut doctors and nurse order. Clear cut doctors and nurses order. Okay, അടുത്ത പോയിന്റ്. Accurate records, full reports, maintenance of high morale among all staff members. Okay, clear cut doctors and nurse order. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ഡോക്ടേഴ്സിന്റെ ഉത്തരവ്. ഡോക്ടേഴ്സിന്റെയും നഴ്സിന്റെയും ഉത്തരവുകൾക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? വ്യക്തമാക്കുക. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് പറഞ്ഞോളൂ. ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്. എന്താണ് അവിടെ? കൃത്യമായി രേഖപ്പെടുത്തിയ തന്നെ രേഖപ്പെടുത്തണം. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് മെയിന്റനൻസ് ഓഫ് ഹൈ മോറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. മെയിന്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. മൊറൈൽ മീൻസ് എന്താണ്? മൊറൈൽ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ എവിടെയോ മൊറൈലിനെ പറ്റി. മനോവീര്യം എന്താ? മനോവീര്യം നമ്മൾ പറഞ്ഞില്ലേ. അതായത് മീൻസ് പേഷ്യൻസ് അല്ല, സോറി, നഴ്സസിന്റെ ഇടയിൽ മനോവീര്യം ഉയർത്തുക എന്നൊക്കെ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില്. ഓക്കെ, അതായത് മെയിന്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. അതായത് എല്ലാ മെമ്പേഴ്സിന്റെ ഇടയിലും ആ ഒരു മനോവീര്യം വളർത്തുക സ്റ്റാഫുകൾക്കിടയിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 3 പോയിന്റ്. Establishment of good working relationships within the ward and with other associates. Yes. Delegation of responsibility. Well-planned assignments. വാർഡിനുള്ളിലും അതുപോലെ അതർ അസോസിയേറ്റ്സും തമ്മിൽ നല്ല വർക്കിംഗ് റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കുക. അതായത് വാർഡിനുള്ളിലും അല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകരുമായിട്ട് നല്ല രീതിയിലുള്ളൊരു കോപ്പറേറ്റീവ് ആയിട്ട് അത് പ്രവർത്തന ബന്ധം നടത്തണം. ഓക്കെ, പിന്നെ റെസ്പോൺസിബിലിറ്റി ഓരോരുത്തർക്കും അലോട്ട് ചെയ്ത് കൊടുക്കുക, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ഡെലിഗേറ്റ് ചെയ്യുക. ഓക്കെ, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് ഉണ്ടാക്കുക, ഓരോരുത്തർക്കും ആസൂത്രണം ചെയ്ത നിയമനങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, ലാസ്റ്റ് 2 പോയിന്റ് കൂടി വായിച്ചോളൂ.
Well planned. Well arranged. Yes. Well arranged time for personnel. Good teaching and supervision. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ, അതായത് എന്താണ് നമ്മൾ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് ക്രമീകരിച്ച് കൊടുക്കുക. ദെൻ ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, നല്ലൊരു മേൽനോട്ടം വഹിക്കുക. ടീച്ചിങ് മീൻസ് അവരൊരു അധ്യാപനം പോലെ, മീൻസ് അവർ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് ഇടയിലൊരു നല്ലൊരു മേൽനോട്ടം വഹിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ട് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് ബാഡ് മാനേജ്മെന്റിൽ പറയുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഞാൻ തന്നെ പറയുമ്പോൾ അതൊരു ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാറില്ലേ? നിങ്ങളെ കൊണ്ട് ഓരോരുത്തർ വായിപ്പിച്ചു, നിങ്ങൾ തന്നെ സ്വയം അല്ലെ പറഞ്ഞത് അല്ലെ? നിങ്ങൾ ഓരോരുത്തർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കൊരു ഇത് മനസ്സിൽ നിങ്ങൾക്ക് ആ മൈൻഡിൽ നിന്ന് പോകില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ ഓരോ പോയിന്റ്സ്, പിന്നെ നിങ്ങൾ മാക്സിമം എല്ലാവരും വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. വായിച്ചിട്ട് പറയാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തെറ്റിപ്പോകും അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ വായിക്കാണ്ടിരിക്കണ്ട. നിങ്ങൾക്ക് എന്താണ് അറിയുന്നത് അതുപോലെ നിങ്ങൾ വായിച്ചോളൂ, അല്ലെങ്കിൽ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. നമ്മളെല്ലാവരും ഈ ഒരു ഹോസ്പിറ്റലിന്റെ ടൈമുകളൊന്നും അറിയണവരല്ലല്ലോ അല്ലെ? നിങ്ങളെല്ലാവരും പല പല കോഴ്സുകൾ എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ ഗ്യാപ്പുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും അല്ലെ? ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഗ്യാപ്പൊക്കെ വന്ന ഒത്തിരി പേരുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിൽ ഓൾറെഡി വർക്കിന് പോയവരും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇതുണ്ട്. ഓക്കെ, പക്ഷെ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എന്തായാലും പഠിക്കുന്നതാണല്ലോ. നമ്മള് ഓരോ ദിവസം പഠിച്ച് അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിനുള്ളിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാനായിട്ട് പോണേണ്. നമ്മൾ പുതിയതായിട്ട് പഠിച്ച് വരികയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. എല്ലാരും മാക്സിമം എന്ത് ചെയ്യുക. മാം, ഈ മുകൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ചെയ്യേണ്ട വാർഡ് ഇൻചാർജ് ആണോ? എന്താണ് ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നല്ലതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ്, ഒരു നല്ലൊരു ഗുഡ് വാർഡ് മാനേജ്മെന്റിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്ത് നമ്മളൊരു ഇൻചാർജിന്റെ ഡ്യൂട്ടീസ് മാത്രമായിട്ടല്ല പറയുന്നത് കേട്ടോ. നമുക്ക് ഇനി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ടോട്ടലി അവർ ചെയ്യേണ്ട നഴ്സസിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. സെപ്പറേറ്റ് ഒരു ഇൻചാർജിന്റെ അല്ല പറഞ്ഞത്. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും അങ്ങനെ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾ പറയാനായിട്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട, ഞാൻ പറയുന്നത് തെറ്റിപ്പോകും അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്നുള്ള ഇതൊന്നും ഒരു പേടിയൊന്നും വേണ്ട. തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അറിയാവുന്നത് പോലെ നിങ്ങൾ പറയാം. ബാക്കി ഞാൻ കൂടുതൽ എക്സ്ട്രാ വിശദീകരിച്ച് തരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെയും കൂടി കുറച്ചും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി. പിന്നെ എനിക്ക് എല്ലാവരുടെയും ഇതുപോലെ നമുക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഇത്രയും പേരൊക്കെ പരിചയപ്പെടാനൊക്കെ ഒത്തിരി സമയം എടുക്കുമല്ലോ. പിന്നെ നമുക്ക് അത്യാവശ്യം സ്ക്രീനിൽ കാണുന്നവരെ പേര് നോക്കി മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുന്നുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടായിട്ട് വായിച്ചോളൂ, നെക്സ്റ്റ് വായിച്ചോളൂ എന്ന് പറയുന്നത്. അപ്പൊ വേഗം വായിക്കാം കേട്ടോ ഇനി. ഓക്കെ, അപ്പൊ നമ്മൾ ഫാക്ടേഴ്സ് നോക്കിയല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി, അല്ലെങ്കിൽ ഒരു വാർഡ് ക്ലർക്കിന്റെയോ, ഒരു വാർഡിൽ ഒരു ക്ലർക്ക് ഉണ്ടാവും, ഇൻചാർജ് ഒക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നുണ്ടോ. അപ്പോ ഇനി ഒരു വാർഡില് ഒരു ക്ലർക്കിന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്, അവരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഡ്യൂട്ടീസ് നോക്കാം. ഓക്കെ, ഇനി വായിക്കാത്ത ആരാണുള്ളത്? വേഗം വായിച്ചോളൂ. സഫീറ വായിച്ചോളൂ. വായിക്കട്ടെ? വായിച്ചോളൂ. വായിക്കാട്ടോ. ഓക്കെ, സഫീറ വായിച്ചോളൂ. ഫസ്റ്റ് പോയിന്റ്. Compiling and recording. വായിച്ചോ, കണ്ടിന്യൂ. സഫീറ വായിച്ചോളൂ. Compiling and recording medical charts, reports and correspondence. Correspondence. Okay, second point. Customers' needs assessment, meeting quality standards for services and evaluation of customer satisfaction. Okay, മതി 2 പോയിന്റ്സ് വെച്ച് വായിക്കാം. ഓക്കെ, സഫീറ ഫസ്റ്റ് പോയിന്റിൽ എന്താണ് സഫീറക്ക് അർത്ഥമാക്കിയത്? എന്താണ് മനസ്സിലായത്? Compiling and recording medical charts, reports and correspondence. എന്താണ് അവിടെ പറയുന്നത്? മെഡിക്കൽ ചാർട്ടും റിപ്പോർട്ട് അതൊക്കെ കറസ്പോണ്ട് ചെയ്യുന്നു. അതായത് മെഡിക്കൽ റിപ്പോർട്ട്സും അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിരുന്ന ചാർട്ടുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ് പറയുന്നത്? കസ്റ്റമർ നീഡ്സ് അസസ്മെന്റ്, മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ
സർവീസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്താണ് അവിടെ പറയുന്നത്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. കസ്റ്റമർ നീഡ്. കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ കസ്റ്റമർ ആരാണ്? പേഷ്യൻസ്. കസ്റ്റമർ എന്നത് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ കസ്റ്റമർ നീഡ് അസസ്മെന്റ്, അതായത് ആ ഒരു കസ്റ്റമറിന്റെ, അതായത് പേഷ്യന്റിന്റെ സേവനത്തിനും അല്ലെങ്കിൽ അവരുടെ ഒരു സംതൃപ്തി അല്ലെ, സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ നീഡ്, അവരുടെ ആവശ്യത്തിനും പേഷ്യന്റിന്റെ നീഡിനും അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സേവനങ്ങളുടെ ഗുണനിലവാരം, അവരുടെ ഒരു ഗുണനിലവാരത്തിനും എന്താണ് പുലർത്തുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തൽ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു അസസ്മെന്റ് ആണ് വേണ്ടത്. അതായത് പേഷ്യന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷന് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുക, അവരുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണോ അതനുസരിച്ചിട്ടുള്ള ഒരു അസസ്മെന്റ് വിലയിരുത്തൽ നൽകുക. ഇതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. അതായത് അവരുടെ ഒരു ഡ്യൂട്ടിയാണത്. ഫസ്റ്റ് 2 പോയിന്റ് ക്ലിയർ ആണല്ലോ. റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ അവിടെ വെച്ചൊരു അല്ലെങ്കിൽ ഒരു ഡിലേ വരും. ഓക്കെ നിവ്യ വായിച്ചോളൂ കേട്ടാ. ബാക്കി 2 പോയിന്റ് കേട്ടാ. തേർഡും ഫോർത്തും വായിച്ചോളൂ. Provide support to healthcare staff and ensure appropriate maintenance of patients' care unit. Administer efficient communication network and manage flow of traffic. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫിന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസ് ടു പേഷ്യന്റ് കെയർ യൂണിറ്റ്. ആ പേഷ്യന്റ് കെയർ യൂണിറ്റിന് ആവശ്യമായ മെയിൻ്റെനൻസ് ഒക്കെ നടത്തി കൊടുക്കുക. ഓക്കെ, അതായത് ഹെൽത്ത് കെയറിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക. ദെൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്താണ് ഉചിതമായിട്ടുള്ള ഒരു പരിപാലനം അവർക്ക് ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്ത പോയിന്റ് അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. കാര്യക്ഷമമായ ആശയവിനിമയം ചെയ്തു കൊടുക്കുക. മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ, ആ ഗതാഗതം എന്താണ് തിരക്ക് കുറയ്ക്കാനായിട്ട് നിയന്ത്രിക്കുക, ട്രാഫിക് കുറയ്ക്കാനായിട്ട് മാനേജ് ചെയ്യുക. അതായത് കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ട്രാഫിക്കിന്റെ കാര്യത്തിലൊക്കെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ, കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഒരു ഇടപെടലുകൾ അവര് നടത്തുക. ആര്? ക്ലർക്ക് കേട്ടോ. അത് ക്ലർക്കിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് 2 പോയിന്റ് വായിക്കാമോ? ഞാൻ വായിക്കട്ടെ മാം. ഓക്കെ, ഖദീജ വായിച്ചോളൂ. Provide assistance to all nurses and ensure appropriate cleanliness of all units. Maintain and update patient database on computer and notify nursing staff on all diagnosis. Okay, പറഞ്ഞോളൂ. Provide assistance to all എല്ലാ നഴ്സിന് സപ്പോർട്ട് ചെയ്യുക. അപ്രോപ്രിയേറ്റ് ക്ലീൻനെസ് ഓഫ് ഓൾ യൂണിറ്റ്. എല്ലാ യൂണിറ്റും നല്ല ക്ലീൻ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. Provide assistance to all nurses അല്ലെ, എല്ലാ നഴ്സസിനും ഈ പറഞ്ഞ പോലെ ക്ലീൻനെസ് ഓഫ് യൂണിറ്റ്സ്, എല്ലാ യൂണിറ്റ്സും ക്ലീൻ ആണോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു അസിസ്റ്റൻസ് കൊടുക്കുക. ഓക്കെ, then maintain വായിച്ചോളൂ. Maintain and update patient database on computer and notify nursing staff on all diagnosis. പേഷ്യന്റിന്റെ ഡാറ്റാബേസ്, അവരുടെ വിവരങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെക്കുക. പിന്നെ നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ ഡയഗ്നോസിസ് നിർണയവും ആരെ അറിയിക്കണം? നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫിനെ അറിയിക്കണം. ഓക്കെ, ബാക്കി 2 പോയിന്റ് ഞാനാണ് വായിക്കാത്തത്. വേഗം വായിച്ചേ. Coordinate with various departments and ensure proper services and supplies of unit. Prepare and update patient chart with ancillary reports and form from various departments. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുക. അതേപോലെ കറക്റ്റ് ആയിട്ട് എല്ലാ സർവീസുകളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ഏകോപിപ്പിക്കുക. പിന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു സേവനവും ആ ഒരു സപ്ലൈസ് ഒക്കെ ഉറപ്പാക്കുകയും ചെയ്യുക. ഓക്കെ, പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യൻസ് ചാർട്ട് വിത്ത് പേഷ്യൻസിന്റെ ചാർട്ടുകളൊക്കെ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻസിലറി റിപ്പോർട്ട്സ് മീൻസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകളും
ആ ഫോമുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചാർട്ട് തയ്യാറാക്കുകയും വേണം. ചാർട്ട് എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വൺ വായിച്ചോളൂ. 2 പോയിന്റ്. Maintain discharge summary report for all patients and keep record of all patients and send medical record to MRD after the discharge of patient. Administer medical record for all physician and medical staff and maintain records of attendance. Okay, MRD എന്താണ്? MRD Medical record department. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമ്മറി റെക്കോർഡ്സിൽ കീപ്പ് ചെയ്യുക, മെഡിക്കൽ MRDയിലേക്ക് അയക്കുക. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് അഡ്മിനിസ്റ്റർ ചെയ്യുക, ഫിസിഷ്യൻ ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് മെയിൻ ഓൾ അറ്റൻഡൻസ്. എന്താണ് അവിടെ പറയുന്നത്? ഫിസിഷ്യനോ എല്ലാ ഫിസിഷ്യനും മെഡിക്കൽ സ്റ്റാഫിന്റെ മെഡിക്കൽ റെക്കോർഡ് അറ്റൻഡൻസ്. ഓക്കെ, ഇനി ലാസ്റ്റ് 2 പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. ആരാണ് വായിക്കുന്നത്? ലാസ്റ്റ് 2 പോയിന്റ് വേഗം വായിച്ചോളൂ. മോണിറ്റർ ഓൾ എമർജൻസി കോൾസ് ആൻഡ് evacuate facilities when required. Placing doctors visit ECG, echo, etc. in medical record. ECG record പറയുന്നത് എന്താണ്? Electrocardiogram. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് ഷോർട്ട് ആയിട്ടൊക്കെ തരും. ഷോർട്ട് ആയിട്ട് തരുമ്പോൾ നമ്മളിത് പഠിച്ചാൽ മാത്രമല്ലേ, നേരത്തെ മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എന്താണ് ഷോർട്ട് ആയിട്ട് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, എന്താണ് ബിനോയ് പറഞ്ഞോളൂ. മോണിറ്റർ ഓൾ എമർജൻസി കോൾസ് എന്താണ് ഇവിടെ പറയുന്നത്? മോണിറ്റർ ഓൾ എമർജൻസി കോൾസ് ആൻഡ് ഇവാക്യുവേറ്റ്. ഇവാക്യുവേറ്റിന്റെ മീനിങ് എന്താണ്? ഇവാക്യുവേറ്റ് കേട്ടിട്ടുണ്ടോ? ടേം ഇവാക്യുവേറ്റ് കേട്ടിട്ടുണ്ട് മാഡം. ഇവാക്യുവേറ്റ് എന്താണ്? ഇവാക്യുവേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഫെസിലിറ്റീസ്. ഓക്കെ, ഫസീൽ എന്താണ് പറഞ്ഞത്? പിരിച്ചുവിടുക എന്നുള്ളത്, ഐസൊലേറ്റ് അങ്ങനെ. അതായത് ഇവാക്യുവേറ്റ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒഴിച്ചുവിടുക അല്ലെങ്കിൽ എന്താ പറയാ ഒഴിവാക്കുക, മാറ്റി നിർത്തുക എന്നൊക്കെ ഒരു മീനിങ് ഇല്ലേ? അതാണ് കേട്ടോ ഇവാക്യുവേറ്റ് എന്ന് പറയുന്നത്. ഒഴിവാക്കുക എന്നുള്ളൊരു മീനിങ്. നോക്കാം. മോണിറ്ററിംഗ് ഓൾ എമർജൻസി കോൾസ് അല്ലെ, എല്ലാ എമർജൻസി കോൾസുകളെ നമ്മൾ മോണിറ്റർ ചെയ്യുക. ആൻഡ് ഇവാക്യുവേറ്റ് ഫെസിലിറ്റേറ്റ് വെൻ റിക്വയർഡ്. അതായത് ഇവാക്യുവേറ്റ് ചെയ്യുക, ആവശ്യമുള്ളതിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ആ എമർജൻസി കോൾസും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക. ദെൻ ആവശ്യമില്ലാത്തത്, റിക്വയർഡ് ഇല്ലാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇവാക്യുവേറ്റ് ചെയ്യുക. അതാണ് ഇവാക്യുവേറ്റിംഗ് എന്നുള്ള ഒരു ടേം കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കോൾസും കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക. ദെൻ ബാക്കിയുള്ളതിന് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഓക്കെ, ഓക്കെ ബിനോയ് ലാസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്? പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്, ECG, എക്കോ, എക്സെട്ര ഇൻ മെഡിക്കൽ റെക്കോർഡ്. അതായത് നമ്മൾ പറഞ്ഞു ഡോക്ടറിന്റെ വിസിറ്റ് സന്ദർശനം നടത്തുന്നതും ECG അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം അല്ലെ. അതിനൊക്കെ ഒരു ചുമതല വഹിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്രയുമാണ് ഒരു ഡ്യൂട്ടീസ് ഓഫ് എ വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തുടങ്ങി ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു എന്താണ് വാർഡ് എന്ന് പറഞ്ഞു അല്ലെ, ഒരു ഡെഫിനേഷൻ പറഞ്ഞു. വാർഡ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ഒരാളൊന്ന് ആ ഡെഫിനേഷൻ ഒന്ന് പറഞ്ഞേ. പറഞ്ഞോളൂ സഫീറ. വാർഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിലെ ഒരു റൂമാണ്. അവിടെ ബെഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെനി പീപ്പിളിന് വേണ്ടി. ദെൻ സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും അവിടെ അവർക്ക് ലഭിക്കുക. ദെൻ നമ്മൾ പറഞ്ഞു ഓരോരുത്തരുടെ പേഷ്യൻസിന്റെ കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ്. ലോങ് ടൈം ആകാം, ഷോർട്ട് ടൈം ആവാം അല്ലെ. ദെൻ നമ്മൾ പറഞ്ഞു പർപ്പസസുകൾ പറഞ്ഞു അല്ലെ. ടീച്ചിങ് ഉണ്ട്, ഗവേഷണമുണ്ട്, അല്ലെങ്കിൽ എന്താ രോഗനിർണയം, അവരുടെ ഒരു കണ്ടിന്യൂ ട്രീറ്റ്മെന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് റിസർച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പർപ്പസിന് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള ഒരു വാർഡ് സ്പേസ് ആണ് ഉള്ളത്. PNC എന്ന് ഞാനൊരു കോഡ് പറഞ്ഞായിരുന്നു. PNC പേഷ്യന്റ് കോറിഡോർസ്. PNC അതൊരു കോഡ് ഇട്ട് തന്നെ പഠിക്കണം കേട്ടോ. PNC ഞാൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടി ഒരു കോഡ് ഇട്ട് തന്നോളൂ കേട്ടോ. ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം.
ഇൻ കേസ് എന്തെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ PNC ഓർക്കാം. P എന്ന് പറഞ്ഞ പേഷ്യന്റ് ആണെന്ന് അറിയാം, N നേഴ്സ് ആണ്, രണ്ടിന്റെയും കണക്കിൽ കൂടി ഒരു കോറിഡോർസ് ഉണ്ട് എന്നൊന്ന് ആലോചിക്കാം. ഓക്കെ, എളുപ്പം കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് 2 ടൈപ്സ് വാർഡുകൾ ഉണ്ട്, ജനറലും ഉണ്ട്, ഇതില് നമ്മള് സ്പെഷ്യലൈസ്ഡിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഗൈനക്കോളജി, മെറ്റർനിറ്റി വാർഡ്, ഓങ്കോളജി, നെഫ്രോളജി, ന്യൂറോളജി, ഒഫ്താൽമോളജി. നമ്മൾ പറഞ്ഞു കോമ്പോണൻസ്. മെയിൻ ആയിട്ട് 4 കോമ്പോണൻസ് ഉണ്ട്: ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആക്സിലറി ഏരിയ, സാനിറ്ററി ഏരിയ. ഓരോന്നിന്റെ ഉള്ളിൽ വരുന്ന എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ക്ലിനിക്കലിൽ വരുന്ന പേഷ്യന്റ് പേഷ്യന്റും നഴ്സും അവരാണ് ക്ലിനിക്കലിൽ വരുന്നത്. ഓർക്കുക, ഓക്സിലറി സഹായിക്കാൻ ആരൊക്കെ വരും? നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം, ഡോക്ടേഴ്സ് റൂം, ഓക്സിലറി ആണ് പാൻട്രി, ഡേ റൂം, ട്രോളി ബെഡ്. സാനിറ്ററിയിൽ വരുന്നത് നമുക്കറിയാം, ടോയ്ലറ്റ്സ്, ഡർട്ടി, യൂട്ടിലിറ്റി. നമ്മൾ പറഞ്ഞു കുറച്ച് ഫാക്ടേഴ്സ് അല്ലേ, അതായത് നല്ലൊരു ഗുഡ് പ്രാക്ടീസ് മാനേജ്മെന്റിന് സംബന്ധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? പോളിസീസും നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോം ഇൻ ദ വാർഡ്. വാർഡിലെ ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം. നോളജ് വേണം. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഡേ അതിന്റെ ഒരു പ്ലാനിംഗ് ഒക്കെ ചെയ്യുക. Democratic methods, preventing interruption, establishment of ward rotation. Then clear cut doctors Use of democratic method. Orientation, new staff members. orientation കൊടുക്കണം. Suitable environment. Well planned assessment. Good working relationship. Provision of supplies. മറ്റൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യുക. എക്യുപ്മെന്റ്സ് കൊടുക്കണ്ടേ? എക്യുപ്മെന്റ്സ് High moral among all staff and supportive. Establishment of good working. ഓക്കെ, വെൽ പ്ലാൻഡ് അസൈൻമെന്റ് കൊടുക്കുക, ടൈം കൊടുക്കുക, പിന്നെ ഗുഡ് ടീച്ചിങ്, സൂപ്പർവിഷൻ ഒക്കെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സിൽ വരുന്നത്. ദെൻ നമ്മൾ നോക്കിയായിരുന്നു ഡ്യൂട്ടീസ് ആണ് നമ്മൾ ലാസ്റ്റ് നോക്കിയത് അല്ലെ. ഡ്യൂട്ടീസിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു മെഡിക്കൽ ചാർട്ടുകൾ, റിപ്പോർട്ടുകളും അതൊക്കെ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. പിന്നെ കസ്റ്റമറിന്റെ നീഡ് അനുസരിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയറിനെ പ്രൊവൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദെൻ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ക്ലീൻനെസ് ഒക്കെ ഒരു അസിസ്റ്റൻസ് നഴ്സിന് കൊടുക്കുക. പേഷ്യന്റിന്റെ ഡാറ്റാബേസുകൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞാല് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ പേഷ്യൻസിന്റെ എന്താണ് ചാർട്ടുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റെക്കോർഡും കാര്യങ്ങളൊക്കെ ആർക്ക് അയക്കണം എന്നാണ് പറഞ്ഞത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് MRDയിലോട്ട് അയക്കണം അല്ലെ. ദെൻ നമ്മൾ പറഞ്ഞു ഫിസിഷ്യനും അല്ലെങ്കിൽ എല്ലാ ഫിസിഷ്യനും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫുകൾക്കും റെക്കോർഡുകൾ നൽകുകയും ചെയ്യണം. ദെൻ മോണിറ്ററിംഗ് എമർജൻസി കോളുകളൊക്കെ മോണിറ്റർ ചെയ്യുക. റിക്വയർഡ് ആയത് മാത്രം മോണിറ്റർ ചെയ്യുക, അല്ലാത്തതിന് നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലെ. ദെൻ ഡോക്ടേഴ്സിന്റെ സന്ദർശനമൊക്കെ നടത്തണം. ദെൻ ECG അതൊക്കെ മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡ്യൂട്ടീസിൽ വരുന്നത്. ഓക്കെ, ഇന്ന് ഇത്രയും എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാം കൂടി ആവുമ്പോൾ മൊത്തത്തിലൊരു ബുദ്ധിമുട്ടല്ലേ പഠിക്കാനായിട്ട്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിലാണ് അടുത്തത് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ, ഇന്നിപ്പോ ഇത്രയും എടുത്തത് വാർഡിനെ പറ്റി വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ? കുഴപ്പമില്ലാലോ? ഇത്രയും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഭാഗമാണ്. നമുക്ക് തുടക്കമല്ല, ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെയാണ് അത്. വലിയ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് കുറച്ച് ടേമുകൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവാം, അവർക്ക് ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ അത് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് തോന്നാം കേട്ടോ. കുഴപ്പമില്ലല്ലോ ആർക്കും? ഓക്കെ അല്ലേ? ഓക്കെയാണ് മാഡം. ഓക്കെ, ഇന്ന് നിങ്ങൾ എന്താ വളരെ കുറഞ്ഞു പോയല്ലോ കുട്ടികള്. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി ക്ലാസ്സില്? ഓരോ ദിവസത്തേക്ക് തന്നെ മാഡം. ഓരോരുത്തർക്ക് ഓരോ അത്യാവശ്യങ്ങൾ കാണുമല്ലോ മാഡം. ഓക്കെ. നിങ്ങൾ വേറെ ഹോസ്പിറ്റൽ പരമായിട്ട് ഇതിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? എക്സ്ട്രാ എന്തെങ്കിലും കോഴ്സസ് ഒക്കെ ചെയ്തവരാണോ ആരെങ്കിലും?
ഞാൻ ചെയ്തിട്ടുണ്ട് മാഡം. ബിനോയ് ഏത് കോഴ്സായിരുന്നു? ഞാൻ GDA കോഴ്സായിരുന്നു. GDA ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് മാഡം. ഓക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ? ഞാൻ നെയ്റ്റിങ്ങൽ ആശുപത്രിയിൽ ഒരു 2 മാസം അങ്ങനെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ ഏത് ഹോസ്പിറ്റലാണ്? ഇവിടെ നെയ്റ്റിങ്ങൽ ജനറൽ ഹോസ്പിറ്റൽ. ട്രിവാൻഡ്രമാണോ? ട്രിവാൻഡ്രം. എല്ലാവരും പല പല വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ ഇല്ലേ? എറണാകുളത്ത് നിന്നൊക്കെ ഉണ്ടോ ആരെങ്കിലും? കോട്ടയത്തൊക്കെ ഉണ്ട് മാഡം. കോട്ടയം. ഓക്കെ നമ്മുടെ എറണാകുളം ആരില്ല? ഉണ്ട് മാം. എറണാകുളം. ഓക്കെ രഞ്ജിത്തു ആണോ? ജിൻജു? മായ. ബല്ലൂരിന്ന് വരുന്നു. മായ. ഓക്കെ കലൂരാണോ? ഓക്കെ എല്ലാവരും മുളന്തുരുത്തി. എവിടെയാണ്? മുളന്തുരുത്തി. മുളന്തുരുത്ത്. ഓക്കെ ഓക്കെ നമ്മളെല്ലാവരും പല പല ഇതാണല്ലേ? കണ്ണൂർ പെരുമ്പാവൂർ അല്ലേ? പല പല പ്ലേസസ് നിന്ന് വരുന്നതാണ്. നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ക്ലാസ് പോലെ മാഡത്തിന്റെ പ്ലേസ് എവിടെയാണ്? എന്റെ എറണാകുളം തന്നെയാണ്. ഓക്കെ. നമുക്ക് എല്ലാവരും പരിചയപ്പെടാനൊന്നും പറ്റുന്നില്ലല്ലോ. കാരണം നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പരിചയപ്പെടാം. ഓക്കെ ഓരോരുത്തരുടെ പേരുകളൊക്കെ പഠിക്കാട്ടോ ഓരോ ക്ലാസ്സിലൂടെ. നമുക്ക് ആകെ 1 hour അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാനോ നമുക്ക് അതിന്റെ ഇടയിൽ പയ്യെ പരിചയപ്പെടുകയൊക്കെ ചെയ്യാം. ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കണം. ഡെഫിനിഷനും ഡ്യൂട്ടീസും വരെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും വെക്കണം കേട്ടോ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് മാഡം. പഠിക്കാം. കോപ്പി എടുത്ത് കയ്യിൽ വെക്കണോട്ടോ എല്ലാവരും തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ. താങ്ക് യു ഓൾ. Thank you, ma'am.